കുറിച്ച് ഓരോ വേണ്ടാധീനങ്ങൾ ഈ ചാനലിലൂടെ അങ്ങനെ പറയണത് കേൾക്കും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. സങ്കടം തോന്നി. എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. ഈ കരയുന്നത്, ഈ കരഞ്ഞ് സംസാരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമലയിൽ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയാണ്. 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയാണ്. ആ കുഞ്ഞുങ്ങളെ കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോയി നിറച്ചിരിക്കുകയാണ്. അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോയി നിറച്ചിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു കാറുകളും കുഞ്ഞു കുഞ്ഞു ജീപ്പുകളും മറ്റും കൊണ്ടുപോയി നിറച്ചിരിക്കുകയാണ്. കാണുന്നവരുടെ ചങ്ക് പൊട്ടിപ്പോകും ഇവരെ കഥ കേട്ട് കഴിഞ്ഞാൽ. വയനാട്ടിലത്തെ ഇൻസിഡൻ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ഇപ്പോഴും 140ഓളം കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പറ്റിച്ച കഥയും ഞാൻ ഏറെ നമ്മുടെ കേരളം ഏറെ പറഞ്ഞതാണ്. ഞാനും പറഞ്ഞതാണ് എൻ്റെ ഈ ചാനലിലൂടെ. സംഗതി അവിടെ കിടക്കട്ടെ. ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണ സമയത്താണ് കേരളത്തിലേക്ക് മുണ്ടക്കൈ ചൂരൽമലയിലെ ഈ നിവാസികൾ കെ രാജൻ എന്ന് പറയുന്ന ആ ഒരു മിനിസ്റ്ററെ കാണാൻ വന്നത്. അദ്ദേഹത്തെ എന്തിന് കാണാൻ വന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണ്ടേ? എന്തിനാ കാണാൻ വന്നേ? ഈ അപകടം നടന്ന ആ ഒരു നിമിഷം മുതൽ അവർക്ക് ഒരു പുരയിടം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആ ചുരം ഇറങ്ങുകയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തൊരു മനുഷ്യന്റെ പേരാണ് കെ രാജൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. അങ്ങനെ തന്നെ പറയട്ടെ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു അംഗമാണ്, ഒരു മന്ത്രിയാണ്. അങ്ങനെ അവരോടൊപ്പം ഒരുമിച്ച് നിന്ന്, അവർ തേങ്ങുമ്പോൾ അവരോടൊപ്പം തേങ്ങി, അവർ കരയുമ്പോൾ അവരോടൊപ്പം കരഞ്ഞ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് കെ രാജൻ മിനിസ്റ്റർ. അദ്ദേഹത്തോട് അപാരമായിട്ടുള്ള സ്നേഹബന്ധം അവിടെയുള്ള എല്ലാവർക്കുമുണ്ട്. ആ മുണ്ടക്കൈ ചൂരൽമലയിലെ ഓരോ ആളുകളുടെയും പേരെടുത്ത് വിളിച്ച് പരിചയമുള്ള ഒരാളാണ് നമ്മുടെ കെ രാജൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ. അദ്ദേഹം മത്സരിക്കുമ്പോൾ, ഒല്ലൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ ജയിപ്പിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സ്വമേധയാ ആ ചൂരൽമലയിൽ ജനങ്ങൾ ചുരമിറങ്ങി. അവരാദ്യമായി ചുരമിറങ്ങി ആരെ കാണാൻ? ഒല്ലൂരിലെ ജനങ്ങളെ കാണാൻ. ഞങ്ങളൊപ്പം നിന്ന, ആ ചൂരൽമലയിലെ ആ ഒരു ഉരുൾപൊട്ടലിന് ശേഷം ഞങ്ങൾക്കൊപ്പം നിന്ന, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്ത് തന്ന, ആ സ്ഥലം ഏറ്റെടുക്കൽ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് നിയമപ്രശ്നങ്ങൾ മുഴുവൻ കോടതിയിൽ പോയിട്ട് ശരിയാക്കി തന്ന ഈ ഒരു മനുഷ്യനെ ഒല്ലൂരിലെ ജനങ്ങളെ കൈവിടരുതേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ചുരമിറങ്ങി വന്നത്. നമ്മളത് കണ്ടതാണ്. അങ്ങനെ ചുരമിറങ്ങി വന്നപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഒരിക്കൽ ഈ ഒരു സ്ത്രീ രാജനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ, മന്ത്രി രാജനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, രാജൻ മന്ത്രിയോട് പറഞ്ഞത്, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. ഈ 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മ പറഞ്ഞത് രാജനോട്, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. തനിക്കറിയാത്ത, നേരിട്ട് പരിചയമില്ലാത്ത, കുടുംബക്കാരനല്ലാത്ത ഒരു അപരിചിതൻ മാത്രമായ കെ രാജനോട് എനിക്ക് നിങ്ങളെ ഒന്ന് ആലിംഗനം ചെയ്യണമെന്ന് ഒരമ്മ പറയുന്നുണ്ടെങ്കിൽ ആ അമ്മ ആ ഒരു മനുഷ്യനെ എന്തായിട്ടായിരിക്കണം അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരിക്കുക? ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ യെസ് എന്നോ ചെയ്തോളൂ എന്നൊരു വാക്ക് പോലും കൂടാതെ കെ രാജൻ അവരെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ കണ്ടുമുട്ടിയ ആലിംഗനങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആലിംഗനമെന്ന് ഞാൻ അതിനെ വിളിക്കും. അത് കാണണോ? നിങ്ങളത് കാണും. ശരിക്കും എൻ്റെ മക്കൾക്ക് ഒന്നുകൂടെ ആയിരുന്നു, മക്കൾക്ക് ഒന്നും കൂടെ ആയിരുന്നു ജയിച്ചിട്ട്. ആലിംഗനത്തിന് ശേഷം കെ രാജൻ മിനിസ്റ്ററോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ മക്കളെടുത്തേക്ക് ഒന്നുകൂടി വരണം ജയിച്ചിട്ട്. മക്കൾ എവിടെയാ? ആ മക്കൾ എവിടെയാ? മണ്ണിലാണ്. മരിച്ചുപോയ ആ 3 മക്കളെ, മണ്ണിലായിപ്പോയ ആ 3 മക്കളെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ കാണാൻ വരണമെന്ന് പറയുന്നത് ഒരു മിനിസ്റ്ററോടാണ്, അല്ല ഒരു മനുഷ്യനോടാണെന്നേ. എന്നെ ചേർത്ത് നിർത്തിയ ആ ഒരു മനുഷ്യനോടാണ്. ആ അമ്മ പറഞ്ഞത്, ആ വീട് ഞങ്ങളെ 3 മക്കളാണ്. ഗവൺമെന്റ് കെട്ടിക്കൊടുത്ത വീട് ഞങ്ങളെ 3 മക്കളാണെന്നാണ് ഈ അമ്മ പറഞ്ഞിട്ടുള്ളത്.
തിരിച്ചു പോകുമ്പോൾ കെ രാജന്റെ കണ്ണുകൾ കലങ്ങിയത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയും. തിരിച്ചു പോകുമ്പോൾ കെ രാജൻ മിനിസ്റ്ററുടെ കണ്ണുകൾ കലങ്ങിയത് നമുക്കവിടെ കാണാൻ കഴിയും. ഇങ്ങനെ സ്വമേധയാ വന്ന ആ പാവം മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് അവര് രാജന് വേണ്ടിയിട്ട് കളിക്കാൻ വന്നതാണ്, രാജിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഒന്നുകൂടി പറഞ്ഞു, ഇത് PR വർക്കാണെന്ന്. സ്വമേധയാ വന്ന അവരിഷ്ടം കൊണ്ട് വന്നതാണ്, രാജ്യ മിനിസ്റ്ററോട് ഇഷ്ടം കൊണ്ട് വന്നതാണ്. പക്ഷെ പറഞ്ഞതെന്താ, ഇത് PR വർക്കെന്നാ പറഞ്ഞേ. അത് ആ പാവം ആളുകളെ ചില്ലറയൊന്നുമല്ല വേദനിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്ന് കാണാം. ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ. ആ നിമിഷം തന്നെ നമ്മുടെ അരുൺകുമാർ പറഞ്ഞു, ആ ദുരന്തബാധിതരെ അപമാനിക്കരുത് കേട്ടോ, PR വർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ഇതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇതവർ കേട്ട് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും അവർ പറയുക? നോക്കൂ, ജയിക്കാൻ വേണ്ടി ഒരു ചാനൽ ചർച്ചയിൽ നമുക്ക് എന്ത് വങ്കത്തരും വിളിച്ചറിയാം. പക്ഷേ ഒരു മനുഷ്യരുടെ വികാരത്തെ എടുത്തുകൊണ്ട് കളിക്കരുത്, ഒരു മനുഷ്യരുടെ വികാരത്തെ അപമാനിക്കരുത്. തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് വയനാട്ടുകാരെ അപമാനിക്കുന്ന വർത്തമാനമെങ്കിലും ഈ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുകൂലികളും സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകൾ നിർത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതവരെ വേദനിപ്പിച്ചു, അപാരമായിട്ട് വേദനിപ്പിച്ചു. കഴിഞ്ഞിട്ടില്ലട്ടാ, സ്മൃതി ഇനിയും പറയുന്നുണ്ട്. 130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരേ ആശങ്കയില്ലല്ലോ. വീടിന്റെ പ്ലാൻ ആയിട്ടില്ല സ്മൃതി. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ, ഈ കോൺഗ്രസിന്റെ ഖജനാവിൽ പണമുണ്ടോ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC? കണ്ടില്ലേ, ഇങ്ങനെ ഈ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ തൊട്ടപ്പുറത്ത് സ്മൃതി പരുത്തിക്കാട് ഇരിക്കുന്നുണ്ട്. കോൺഗ്രസ് അനുഭാവിയല്ലേ, കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയല്ലേ. 130 പേര് വീട് കിട്ടാതെ ഇപ്പോഴും അവിടെയുണ്ട്. അവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാ ചോദിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇനി ഇവിടെ എങ്ങനെ UDF ഗവൺമെന്റ് വന്നാൽ ഇപ്പോൾ പണി തീർത്തുകൊണ്ടിരിക്കുന്ന ആ വീടുകളുടെ പണി മുഴുമിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു വർഷമായിട്ടും വീട് കൊടുക്കാതെ ഞങ്ങൾ പണി തുടങ്ങിയെന്നും ഞങ്ങൾ തരം തിരിച്ചുവെന്നും ഞങ്ങൾ ഭൂമി ഇപ്പോൾ അളന്നുകൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നും എന്നൊക്കെ കള്ളത്തരത്തിന് മുകളിൽ കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആ ആളുകളെയാണ് ജനങ്ങൾ ഇനി വിശ്വസിച്ച് ജയിപ്പിച്ച് ഭരണം ഏൽപ്പിക്കാൻ പോവുകയാണ് എങ്കിൽ ആ വീടുകൾ ഇനി പണി തീർക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ ഒരു മൂഢസ്വർഗത്തിലാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് കേൾക്ക്. വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന് ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? രണ്ടുപേരും ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ അല്ലല്ല, കണ്ടില്ലേ, ഇത്രയ്ക്ക് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലായിരുന്നു സ്മൃതി പരുത്തിക്കാട് അന്ന് പ്രസംഗിച്ചു വിട്ടത്. അതവർ കേട്ടു. ആ പാവങ്ങൾ, ആ മുണ്ടക്കൈ ചൂരൽമലയിലെ ആ അമ്മ, രാജ്യ മിനിസ്റ്ററെ വന്ന് ആലിംഗനം ചെയ്ത ആ ഒരു അമ്മയില്ലേ, ശരിക്കും എന്റെ മക്കളത്തേക്ക് ഒന്നും കൂടെ ആയിരുന്നു, മക്കളത്തേക്ക് ഒന്നും കൂടെ ആയിരുന്നു ജയിച്ചിട്ട്. ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ ആ ഒരു അമ്മ അത് കേട്ടു. അമ്മ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. സങ്കടം തോന്നി. എന്താ വെച്ചാൽ എന്റെ മനസ്സ് നിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. അന്ന് പോയത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരുന്നോ? ഒരിക്കലല്ല, എനിക്ക് അവരെ കാണണം തോന്നി അങ്ങനെ പോയത്. രാജ്യം മിനിസ്റ്ററിയും അതുപോലെ മുഖ്യമന്ത്രി നമ്മളെ ചേർത്ത് പിടിക്കുന്നവരല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെ കാണണം തോന്നി അങ്ങനെ പോയതാ, ആരും നിർബന്ധിച്ചു കൊണ്ടുപോയതല്ല. മുഖ്യമന്ത്രിയെ കണ്ടപ്പോ എന്താ തോന്നിയത്? ഒരുപാട് സന്തോഷം തോന്നി. നമ്മളിങ്ങനെ TV-യിൽ കാണുമ്പോൾ ഒരാളല്ല, എന്നെ കൈ പിടിച്ചിങ്ങനെ ചേർത്ത് പിടിച്ചു. കണ്ടില്ലേ, രാജൻ മിനിസ്റ്റർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്ത് പോയതല്ല, കാണണമെന്ന് തോന്നി. ഞങ്ങൾ ചേർത്ത് പിടിച്ച
ആ രാജൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒല്ലൂരുകാർ കൂടി ചേർത്ത് പിടിക്കണം, രാജനെ ജയിപ്പിക്കണം, അദ്ദേഹത്തെ ജയിപ്പിക്കണം. അദ്ദേഹത്തെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ വേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിന്റെ ഭാഗമായിട്ട് പോയതാണ്. അവരെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ സ്മൃതി പരുത്തിക്കാട് ആ തണുത്തുറഞ്ഞ ചാനൽ ചർച്ചയുടെ ഇടയിൽ ഇരുന്നിട്ട് അപമാനിക്കുന്നത്, ആ തണുത്തുറഞ്ഞ ആ ഒരു ഹാളിൽ ഇരുന്നിട്ട് അപമാനിക്കുകയാണ്. PR വർക്കിന് വന്നതാണെന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, കേൾക്കുക. വിഷമിക്കണ്ട, കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമായി കണ്ടപ്പോ. നേരത്തെ ഉണ്ടായിരുന്ന ചിത്രമല്ല അല്ലേ നേരത്തെ കണ്ടപ്പോ? അതെ, നല്ലൊരു നമ്മളെ പോലൊരു മനുഷ്യൻ തന്നെയാ. നമ്മളെ സ്നേഹിക്കാനും. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ടല്ല, ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് മക്കളെ, സുഹൃത്തുക്കളെ, മനുഷ്യാനുഭവങ്ങൾ. ആ മനുഷ്യാനുഭവം ഒട്ടുമില്ലാത്ത, അങ്ങനത്തെ ഒരു ദുരന്തം ഒരു കാലഘട്ടത്തിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത സ്മൃതിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ തണുത്തുറഞ്ഞ ശീതീകരിച്ച മുറികളിരുന്ന് അവരെ അപമാനിക്കും. ആ ഹൃദയങ്ങളെ അവരനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ വേദനകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാനിത് അവിടെ അവസാനിപ്പിക്കട്ടെ, ബാക്കി നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ബബായ്. ഒപ്പം ഉണ്ടാവണേ, സബ്ബൊക്കെ ചെയ്ത് ഒപ്പം കൂടാൻ നോക്കണം. ബബായ്.